ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. 71-ാമത്തെ ഹുക്മ് വിശദീകരിച്ചു. 72 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അല്ലേ? 72 എന്താണ്? മൻ വജദ സമറത അമലിഹി ആജിലൻ ഫഹുവ ദലീലുൻ അലാ വുജൂദിൽ ഖബൂലി ആജിലൻ അല്ലേ? അതായത് മൻ വജദ ഒരാൾ എത്തിച്ചാൽ സമറത്ത അമലിഹി അയാളുടെ അമലിന്റെ ഫലം ആജിലൻ. ആജിലൻ എന്നാണ് എന്താ? വളരെ പെട്ടെന്ന്. ആജില് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുന്യാവിൽ വെച്ച്. ആജില് എന്ന് പറയുമ്പോൾ അവിടെ വെച്ചിട്ടാ പരലോകത്ത് വെച്ച്. രണ്ടും വ്യത്യാസമില്ല. അയിനിന്റെയും ഒന്ന് അയിനാണ്, മറ്റൊന്ന് അലിഫാണെന്നുള്ളതാണ്. അജലത്ത് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് എന്നർത്ഥം അല്ലേ? അപ്പൊ ആജില് എന്ന് പറഞ്ഞാൽ ആജില വളരെ പെട്ടെന്ന് ദുന്യാവിൽ നിന്ന് അമലുകളുടെ ഫലം ഒരാൾ എത്തിച്ചു കഴിഞ്ഞാൽ ഫൗവ ദലീലുൻ, അതൊരു വലിയൊരു തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? അലാ വുജൂദിൽ ഖബൂലി, അയാളുടെ അമലുകൾക്ക് കബൂലിയത്തുണ്ട് എന്നതിനുള്ള തെളിവാണ് ആജിലൻ. എവിടെ വെച്ചിട്ട്? പരലോകത്ത് വെച്ച്. അപ്പൊ പരലോകത്ത് വെച്ച് അല്ലാഹു തആല നമ്മളുടെ അമലുകൾക്ക് കബൂലിയത്തുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമാണ് ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല എന്ത് ചെയ്യുക? അതിന്റെ അമലുകളുടെ ഫലം നമുക്ക് തരിക എന്നുള്ളത്. സമറത്തുൽ അമല് എന്നതിന് പറയാം. അപ്പൊ സമറത്തുൽ അമല് കിട്ടുന്നത് ദുനിയാവിൽ വെച്ചിട്ടാണ്. സമറത്തുൽ അമല് നമ്മൾ ചെയ്ത അമലുകളുടെ ഒക്കെ ഒരു ഫലം, അതിന്റെ ഒരു അനുഭൂതി നമുക്ക് ദുനിയാവിൽ വെച്ച് കിട്ടും. ഇങ്ങനെ ദുനിയാവിൽ വെച്ച് നമ്മളുടെ അമലുകളുടെ ആ അനുഭൂതി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പരലോകത്ത് ഈ അമലുകൾക്ക് ഏതുണ്ടാവും? സ്വീകാര്യത ഉണ്ടാവും. അപ്പൊ നമ്മളുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ് ഈ ഹിക്മത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സമറത്തുൽ അമല് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സമറത്തുൽ അമല് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞല്ലോ. ദുന്യാവിൽ വെച്ച് നമുക്ക് അതിന്റെ ഫലം കിട്ടും. പരലോകത്ത് സ്വീകാര്യത ഉണ്ടെങ്കിൽ ദുന്യാവിൽ വെച്ച് കിട്ടുന്ന ഫലം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ലദീദ് ത്വാഅത്തി എന്ന ഇബാദത്തിനുള്ള ഒരു ആനന്ദം കിട്ടുമെന്നാണ്. ഇബാദത്ത് എടുക്കുന്നതിൽ എന്തുണ്ടാവും? അയാൾക്കൊരു ആനന്ദം ഉണ്ടാവും. നിസ്കരിക്കുന്നതിലും ഖുർആൻ ഓതുന്നതിലൊക്കെ എന്തുണ്ടാവും? ഒരു മടുപ്പുണ്ടാവില്ല. ഓതിക്കഴിയുമ്പോൾ അതിന് വീണ്ടും വീണ്ടും ഓതണമെന്നും, പിന്നെ അതുപോലെ ദീനിന്റെ ചിട്ട കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും ചെയ്യാനും അടുത്ത വിഭാഗത്തിലേക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനന്ദം, അതൊരു ആനന്ദം, ഒരു ഭാരമാവില്ല. അപ്പൊ ഒരു ആനന്ദം വിഭാഗത്തിന്റെ കാര്യത്തിൽ, ദീന്റെ കാര്യത്തിൽ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? സമറത്തുൽ അമൽ ഉണ്ട്. ആ സമറത്തുൽ അമൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അയാളുടെ അമലുകൾ പരലോകത്ത് അല്ലാഹു തആല സ്വീകരിക്കും. ഒന്ന് അതാണ്. രണ്ട് ഹലാവത്തുൽ മുനാജാത്ത്, അള്ളാഹുമായിട്ട് ദ്വാരക്കുമ്പോഴൊക്കെ ഒരു മാധുര്യം ഉണ്ടാവുക, അള്ളാഹുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് മനസ്സിക്ക് ഫീൽ ചെയ്യുക. നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറയുന്ന പോലെ എനിക്ക് എല്ലാത്തിൻ്റെ റബ്ബിനോട് വളരെ മനസ്സ് നിറഞ്ഞ് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദ്വാരക്ക സമയത്തൊക്കെ ഭയങ്കര അനുഭൂതിയും ഒരു ആനന്ദമൊക്കെ മനസ്സിക്ക് ഒരു മാധുര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് സമറത്തുൽ അമൽ ഉണ്ട് എന്നോ. നമ്മൾ രാത്രി തഹജ്ജുദ് നേരത്താകട്ടെ എല്ലാ നേരത്തും അള്ളാഹുമായിട്ട് അത് പറയുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷവും റാഹത്തും കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? അയാൾക്ക് ഏതുണ്ട്? സമറത്തുൽ അമൽ ഉണ്ട്. അതുപോലെ മുറാഖബ എന്ന് പറയും. മുറാഖബ പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതിൽ മനസ്സൊക്കെ എന്ത് ചെയ്യുക? ഒരു സന്തോഷം കൂടുതൽ കിട്ടുക. അതായത് നമുക്ക് അങ്ങനെ ചെലവഴിക്കുന്നതിലാണ് അള്ളാഹുമായിട്ട് സമയം, അള്ളാഹു ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് സമയം ചെലവഴിക്കുക. എല്ലാത്തിലും അള്ളാഹുവിനെ സാമീപ്യം തിരിച്ചറിയാനുള്ള ഒരു ശ്രമത്തിൽ നമുക്ക് ഒരു നേരം പോവുക, അതൊരു മടുപ്പില്ലാതിരിക്കുക. അപ്പൊ അള്ളാഹുവിനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സമയം ചെലവഴിക്കുന്ന ഒരു മുഷിപ്പ് വരാതിരിക്കുക, അതിന് സന്തോഷം ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? സമറത്തുൽ അമൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ അമലുകൾ പരലോകത്ത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ആ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ട്, പരലോകത്തിന് പ്രതിഫലം ഉണ്ട്. അപ്പൊ അള്ളാഹുമായിട്ട് കുറച്ചിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒരു മടുപ്പും മുഷിപ്പും നിർത്തിപ്പോകാൻ തോന്നുന്നുണ്ടെങ്കിലോ അയാൾക്ക് ഏതില്ല? സമറത്തുൽ അമൽ ഇല്ല. അള്ളാഹുവിന്റെ മരണത്തിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ മനസ്സിന് സന്തോഷവും റിലാക്സും ഒക്കെ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് സമറത്തുൽ അമൽ ഉണ്ടെന്ന്. അതൊക്കെ അയാൾ ചെയ്തതിന്റെ ഒരു ഫലമായി അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ്.
പിന്നെ അത് ഓരോരുത്തരുടെ സ്ഥാനത്തിനനുസരിച്ച് സമരത്തമ്മലുകൾ കൂടും. ഇത് സാധാരണ ഒരു ആവറേജ് വിഭാഗത്തെടുക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട സമരത്തിലമലാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അള്ളാഹുലേക്ക് കൂടുതൽ അടുത്ത ആളുകളാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരുടെ മാധുര്യവും അനുഭവം കൂടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കത് അലിമ കുല്ലു വിനാസിം മഷറബു എന്നാണ്. ഓരോരുത്തർക്കും അവൻ കുടിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് അറിയാം. അല്ലാതെ അല്ലേ, ഓരോരുത്തരും കുടിച്ചതിൻ്റെ ടേസ്റ്റ് അല്ലേ ഓരോർക്ക് അറിയാം. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചവനും പത്തക്കൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നാരങ്ങാളം കുടിച്ചവന് മറ്റേതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ടില്ല. അപ്പോൾ എന്താണ് കുടിച്ചത്, അതിൻ്റെ രുചി ആർക്കറിയാം? കുടിച്ചവനാണ് അറിയാവുന്ന. സൂഫിയാക്കളി ആയത്തിന് അങ്ങനെ അർത്ഥം വെച്ചു. മൂസാ നബിന്റെ ആളുകൾക്ക് അന്ന് ഓരോരുത്തർക്കുള്ള കുടിക്കാനുള്ള സ്ഥലം നിർണയിച്ചു കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും അവരാൻ്റെ കുടിക്കേണ്ട സാധനം അറിയാവുന്ന. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആത്മീയമായ ആ റൂഹിയായ പാനീയം കുടിച്ചവർ എന്താണോ ഓരോരുത്തർക്കും ഓരോരുത്തർ കുടിച്ചത് കുടിക്കേണ്ടതും എന്താണെന്ന് ആർക്കറിയാം? ഓരോരുത്തർക്കും അറിയാം. അതെന്താണ്, അതിനനുസരിച്ച് അവർക്ക് എന്തുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരേ സമരത്തിലമലാവൂല ഉണ്ടാവുക. എല്ലാവർക്കും ഒരേ സമരത്തിലമലാവൂല ഉണ്ടാകുക. സാധാരണക്കാരനുണ്ടാവുന്ന സമരത്തിലമലാവൂല. കുറച്ചും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വളർന്ന ആൾക്കുണ്ടാവുന്ന സമരത്തിലമൽ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിലേക്കാളും സമരത്തിലമൽ വേറെയായിരിക്കും. അതാണ് ഓരോരുത്തർക്കും അവനാൻ ആസ്വദിക്കുന്നതനുസരിച്ച് സമരത്തിലമൽ മാറി വരും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത്, നേരായ മാർഗം, സന്മാർഗം, ആത്മീയമായ ആ വെളിച്ചം അള്ളാഹുവിന്റെ അടിമയിൽ ഇറങ്ങിയതിന്റെ അടയാളമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. അത് ഇറങ്ങണ എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ഇബാദത്ത് എടുക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ ഇബാദത്ത് എടുക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇറക്കി തരും അള്ളാഹു തആല പറയുന്നുണ്ട്. വല്ലദീന ഇഹ്തദൂ വല്ലദീന പരിശുദ്ധ ഖുർആൻ വയസീദുല്ലാഹു വല്ലദീന ഇഹ്തദൂ ഹുദാ. പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കാണാം, ഹിദായത്ത് കിട്ടിയവർക്ക് തന്നെ അള്ളാഹു തആല ഹിദായത്തിനെ കൂട്ടി കൂട്ടി കൊടുക്കുന്നതാണ്. എന്താണ്? ബേസിക് ഹിദായത്ത് വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു തആലക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഹിദായത്തിൽ അതിൻ്റെ ആവശ്യമായ പരിപോഷണങ്ങളൊക്കെ ആരുടെ ഭാഗത്ത് കിട്ടും? അള്ളാഹു തആലയുടെ ഭാഗത്ത് കിട്ടും. അപ്പോൾ നമ്മളെ ഈമാൻ വെച്ച് ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സമരത്തിൽ അമല്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഇറങ്ങിത്തരും. ആന ബുസ്രി ഇമാമിന്റെ ഒരു കവിത കാണാം. വഇദാ ഹല്ലത്തിൽ ഹിദായത്തു ഖൽബിൻ നശതത്തിൽ ഇബാദത്തിൽ അല്ലാഹു എന്നാണ് ബുസ്രി ഇമാമിന്റെ ഒരു കവിതയിൽ കാണാം. എന്താ പറയണത്? ഹൃദയത്തിൽ ഹിദായത്ത് ഇറങ്ങിയാൽ അവയവങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഉന്മേഷം ഉണ്ടാവുന്ന, ഇബാദത്തിൽ ഉന്മേഷം ഉണ്ടാവും. ഹൃദയത്തിൽ അല്ലാഹു തആല ഹിദായത്ത് ഇറക്കിയാൽ അവയവങ്ങൾ എന്തുണ്ടാവും? ഇബാദത്തെടുക്കാനുള്ള എന്തുണ്ടാവും? ഒരു ഉന്മേഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ടയേർഡാണെങ്കിലും ഹൃദയത്തിന്റെ ആ ഹിദായത്തിന്റെ മാധുര്യം കൊണ്ട് നമ്മളെ ശരീരത്തിന്റെ ക്ഷീണം നമ്മൾ മറക്കും. അപ്പോൾ വാങ്ങിച്ചാലും നമുക്ക് ശാരീരികമായ ക്ഷീണമാണെങ്കിലും മനസ്സിൽ നല്ല എനർജി ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും പള്ളിയിലേക്ക് പോകും. അതിൽ നമുക്ക് എന്തുണ്ടാവും? ക്ഷീണം ബാധിക്കൂല. അതെന്താ കാരണം? ഹൃദയത്തിൽ ഹിദായത്ത് ഇറങ്ങിയതുകൊണ്ടാണ്. ഹൃദയത്തിൽ ഹിദായത്ത് ഇറങ്ങിയെന്നാൽ ശരീരത്തിന് എന്തുണ്ടാവില്ല? മടി ഉണ്ടാവില്ല. അപ്പൊ ഏത് സമയത്ത് നേരത്തെ എണീക്കാൻ നമുക്ക് തോന്നും. കാരണം ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും. ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ഹിദായത്ത് കൂടിയതുകൊണ്ട് ശരീരത്തിന്റെ ക്ഷീണം എന്ത് ചെയ്യില്ല? അവർ വകവെക്കൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസം അവരെന്താണ് ഏത് സമയത്തും അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കും. ഉന്മേഷ സമയത്തും ഇബാദത്ത് എടുക്കും, ക്ഷീണ സമയത്തും ഇബാദത്ത് എടുക്കും. ക്ഷീണം എന്താവില്ല, ശരീരത്തിന്റെ ക്ഷീണം ഹൃദയത്തിനെ ബാധിക്കാത്തതുകൊണ്ട് ഹൃദയത്തിന്റെ ആ എനർജി വെച്ച് ശരീരത്തെ അവരെന്ത് അതിലേക്ക് കൊണ്ടുപോകും. പിന്നെ അത്രയും രോഗിയാവുമ്പോൾ ഇളവുകൾ വേറെ ഉണ്ട്. ചെറിയ ചെറിയ ക്ഷീണം കൊണ്ടോ മടി കൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ശരീരം ആ ക്ഷീണത്തിന് എന്ത് ചെയ്യില്ല? കൊടുക്കൂല. കാരണം എന്താണ്? ഉള്ളിൽ ഈ സാധനം കയറിയിട്ടുണ്ട്. ഉള്ളിൽ ഈ സാധനം കയറിയതുകൊണ്ട് അത് അള്ളാഹു തആല ഇട്ട് കൊടുത്തുകൊണ്ട് ശരീരം നല്ല എപ്പോഴും എന്താവും? ജലദോഷം ഉണ്ടെങ്കിലും പനി ഉണ്ടെങ്കിലും ഇബാദത്തിന് എന്തുണ്ടാവും? ശരീരത്തിന് അതിനൊരു മടി അവർക്ക് ഉണ്ടാവില്ല. അത് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ടും മഹാന്മാരുടെ കവിതയിലൂടെയും തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇബാദത്തുകൾ ഇങ്ങനെ മഹാനായ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അമലുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അതുപോലെ അമൽ കൂടുന്നതനുസരിച്ച് അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ വളർച്ച അയാളിൽ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അലിംന അന്നഹു വജദ അമലിഹി സമറത്തൻ. നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അയാൾക്ക് അയാളുടെ അമലിന് എന്തുണ്ട്? സമറത്തുണ്ട്.
ഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അപ്പൊ ഇബാദത്ത് ഇങ്ങനെ 2 കൊല്ലം മുമ്പുള്ള അവസ്ഥയിൽ ഇപ്പോൾ ആൾ ഒന്നും കൂടി ആത്മീയമായ ദീനീ കർമ്മകാര്യങ്ങൾ എന്തുണ്ട്, ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ അത് ശാരീരിക ചലനങ്ങളുടെ ഡെവലപ്പാണ്. ഹൃദയത്തിൽ എന്തുണ്ട്, അയാളുടെ സംസാരത്തിലും സൂക്ഷ്മതയിലൊക്കെ വർധന വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ട്, സമരത്തിൽ അമലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരാളെ സംബന്ധിച്ചോളം അയാൾ അമലുകളിലേക്ക് അയാൾക്ക് പോകാൻ കഴിയുന്നില്ല, അമലിലേക്ക് ഒരു എനർജി കിട്ടുന്നില്ല. അയാളിങ്ങനെ എല്ലാത്തിനും മടി നിൽക്കുകയാണ്. അയാളുടെ ആത്മീയമായ ഒരു സംഗതിയിൽ എന്തില്ല, വലിയൊരു പുരോഗതിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതും കബൂല് അമാലിഹി, അയാളുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിച്ചാൽ അയാൾക്ക് എന്തുണ്ടാവും, അയാളുടെ അമലുകളിൽ ഏതുണ്ടാവും, വർധനവ് ഉണ്ടാവും, കുറയൂല. പിന്നെ എന്തെങ്കിലും രോഗകാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ താൽക്കാലികമായ കുറവ് എന്നല്ല, ആ കുറവ് അല്ലാഹു തആല കുറവായിട്ട് കാണുന്നില്ലല്ലോ. ആ കുറവ് അല്ലാഹു തആല കുറവായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അല്ലാതെ എന്താവില്ല, നമുക്കിങ്ങനെ ഒരു കഥ പറയാനുണ്ടാവില്ല. മുമ്പൊക്കെ നല്ല ചിട്ടയായിരുന്നു, പിന്നെ ഇതെല്ലാം പോയി എന്ന് പറയുന്ന കഥയിലേക്ക് എന്താവില്ല, ഒരാൾക്ക് പറയാനുണ്ടാവില്ല. മുമ്പത്തേനേക്കാൾ അയാൾ ആരായിരിക്കും, അയാൾ ഇബാദത്തുകളിൽ വർധനവുണ്ടാവും. അപ്പൊ ഇബാദത്തുകളിൽ വർധനവ് ഉണ്ടാവുക, ആത്മീയമായിട്ടുള്ള പ്രോഗ്രസ് കൂടുക. ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. പിന്നെ മഹാന്മാർ പറയുന്നുണ്ട്, കുറച്ചും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇബാദത്തെടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, സമർത്ഥമിൽ ഒന്നും കൂടി കൂടും. അതെങ്ങനെയാണ്? അൽ ഇസ്തിഹ്യാശു മിനൽ ഖൽഖ്, സൃഷ്ടികൾ അസ്വസ്ഥമാവുക എന്നുള്ളതാണ്. അങ്ങനെയും അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സമർത്ഥമൽ ഉണ്ടായി എന്തെങ്കിലും സൃഷ്ടികൾ അയാൾക്ക് അസ്വസ്ഥമാവും എന്ന് പറഞ്ഞാൽ ആളുകളുമായി വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ എന്തുണ്ടാവില്ല, വലിയൊരു സന്തോഷം ഉണ്ടാവില്ല. കുറച്ച് ഭൗതികമായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരുന്ന് കുറേ വർത്താനം പറഞ്ഞ് ബടായിട ഇങ്ങനെ തോന്നുന്നുണ്ട്. വേറെ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾക്ക് പിന്നെ ആവശ്യമില്ലാത്ത കുറെ സംസാരം അതിലേക്ക് വന്നുപെട്ട മനസ്സിലേക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് സമരത്തിൽ അമലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വെറുതെ അവിടെയും പോയിരുന്നാണ്ട് നേരം കളയുന്ന ആളുകൾക്ക് സമരത്തിൽ അമൽ എന്തുണ്ടാവും, കുറയും. എന്നുവെച്ചാൽ എവിടെയെങ്കിലും ഇത് കുറെ വർത്താനം പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു അസ്വസ്ഥത ഉണ്ട്, വേണ്ടില്ലേന്ന് തോന്നുക. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടല്ലോ, വെറുതെ എൻ്റെ സമയം കുറെ പോയി. അതായത് ചില ആളുകൾക്ക് അള്ളാഹുമായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടുകാരെയും വരുന്നത് വരെ അവരുടെ ആ ഒരു അത് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നതാണ്. മറ്റുള്ള ആളുകൾ അസ്വസ്ഥത ഫീൽ ചെയ്യും, കാരണം അവർക്ക് അള്ളാഹുമായിട്ടുള്ള ആ ഒരു സമയത്തിന് അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, സൃഷ്ടികൾ അവരിലേക്ക് വരുന്നവർക്ക് ഭയങ്കര അസ്വസ്ഥമാണ്. സൂഫിയാക്കളെ സംബന്ധിച്ചോളൂ ചില മശായിമാരൊക്കെ എന്ത് ചെയ്യും, ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, വേഗം പറഞ്ഞേക്കും, ഇവിടെ കണ്ട വേഗം ബൈക്കോളി അറിയും. അതിനെന്താ, സൃഷ്ടികൾ അസ്വസ്ഥമാണ്. അത് അള്ളാഹുമായിട്ടുള്ള അവരുടെ മൊറാക്കബക്ക് എന്ത് ചെയ്യണ്, തടസ്സം വരികയാണ്. അതിന് നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞിടത്ത് എന്ത് ചെയ്യും, വേഗം പറഞ്ഞേക്കും. അല്ല അവരെങ്ങനെ ഇരുത്തി ഇങ്ങനെ സ്വന്തം അനുഭവവും കഥയും പറഞ്ഞ സമയങ്ങൾ ഇരിക്കൂല, അവർക്ക് അസ്വസ്ഥമാണ്. അപ്പൊ സൃഷ്ടികൾ കുറച്ചും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോയാൽ സമരത്തിനുമൽ ഉണ്ടാവുക വെച്ചാൽ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കണേലൊക്കെ എന്തുണ്ടാവും, ഒരു അസ്വസ്ഥത ഉണ്ടാവും. വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നതിന് അസ്വസ്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പോയിട്ട് വർത്താനം പറയാനായിട്ട് പോവാ, അങ്ങനെയില്ലേ ചില ആളുകൾ. അപ്പോൾ നേരം പോകാൻ വേണ്ടിയിട്ട് എന്ത് അവിടെയും ഇവിടെയും പോയി വെറുതെ വർത്താനം പോകാം. ഇതൊക്കെ എന്താണ്, സമരത്തിൽ അമലിന്റെ കുറവാണ്. അയാൾക്ക് കിട്ടേണ്ട ശരിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടേണ്ട ശരിക്ക് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യും, അയാൾ അങ്ങോട്ടും കൊണ്ട് തിരഞ്ഞെടുക്കൂല. കാരണം ഉള്ളിൽ സാധനം ഉണ്ട്, അത് വെച്ച് അയാൾ പണിയെടുക്കും. അല്ലാതെ തോഫീക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നത് അമിൻ സമരത്തിൽ അമലി ഐലൻ അൽ ഇക്തിഫാഹു ബിഇൽമില്ല എന്നാണ്. സമരത്തിൽ അമൽ ഉണ്ടായുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അല്ലാഹു തആല എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, അതൊക്കെ ധാരാളം മതി എന്നുള്ള ഒരു ബോധ്യം അയാൾക്ക് ഉണ്ടാവും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതാണ്, നമ്മളെ കുറെ കാര്യങ്ങൾ പലരോടും പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, നടക്കും. എന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ നടത്തി തരാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും.
പക്ഷെ ഞാൻ പറയുന്നില്ല. പറയാത്ത കാരണം എന്താ? എൻ്റെ ആവശ്യം ആർക്കറിയാം? റബ്ബിനോട് അറിയാം. അപ്പൊ റബ്ബ് തന്നെ അതിനുള്ള സബബുകൾ ഉണ്ടാക്കി നമ്മളെ കാര്യങ്ങൾ നടത്തി. എൻ്റെ കാര്യം അള്ളാഹുവിനെ അറിയാം, എൻ്റെ നെയ്യത്ത് അള്ളാഹുവിനെ അറിയാം, എൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയാം, ഞാൻ എന്തിനാണ് ഇതിന് പണിയെടുക്കുന്നത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബന്നെ അതിനുള്ള വഴികൾ ഉണ്ടാക്കി തരുന്ന. അപ്പൊ മറ്റേതെന്താണ്? ഞാൻ എന്താ, എൻ്റെ ഉദ്ദേശം അവനറിയാം, എൻ്റെ ഉദ്ദേശം അവനറിയാം. ഒന്നെ സഹായിക്കില്ല, എന്നെ സഹായിക്കില്ല എന്ന് തോന്നലുണ്ടാവും. സമരത്തമല ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് പ്രൊജക്റ്റാണ് മുന്നോട്ട് വെക്കുന്നത് അത് സമൂഹത്തെ കണ്ടിട്ട് അയാൾ ചെയ്യൂല. ആരെ കണ്ടിട്ട് ചെയ്യുള്ളൂ? റബ്ബിനെ കണ്ടിട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വീട് പണിയായാലും പള്ളിപ്പണിയായാലും മദ്രസ പണിയായാലും കുട്ടികളെ കല്യാണമായാലും ബിസിനസ് ആയാലും ഒക്കെ റബ്ബിനറിയാം എന്ന ബോധ്യത്തിൽ ചെയ്യുമ്പോൾ റബ്ബ് തേച്ചെടുക്കും. അപ്പൊ ഈ പറഞ്ഞവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്കൊക്കെ അറിയാം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, അവരൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പൊ സമർത്ഥമലുള്ള ആളവസ്ഥ എന്താ വെച്ചാൽ ഇൽമില്ല, അള്ളാഹുവിന്റെ ഇൽമ കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ആർക്കറിയാം? റബ്ബിനറിയാം എന്ന ഒരു ബോധം ആർക്കുണ്ടാവും? സമൂഹത്തിൽ നമ്മളുള്ള ആൾക്ക് ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവുന്ന എൻ്റെ എന്ത് കാര്യങ്ങളും എൻ്റെ റബ്ബിനറിയാന്നുള്ള. അദ്ദേഹം പറയുന്നത് നമുക്ക് നമ്മുടെ ഈ കാര്യം വേണമെങ്കിൽ ആരോടെയും പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നിറവേറ്റപ്പെടും. പക്ഷെ നമ്മളെ പറയില്ല, പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു താല എന്താണ്? അള്ളാഹു താലക്ക് അറിയുന്നതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യും? അത് അള്ളാഹു താല എന്ത് ചെയ്യും? അത് നിറവേറ്റി തരും. അപ്പൊ അള്ളാഹുവിനെ അറിയാം എൻ്റെ ആവശ്യം എന്ന ദൃഢമായ ബോധം ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഏതിന്റെ ഫലമാണ്? സമരത്തിലുള്ള ഫലം. സമരത്തിൽ നമ്മൾ ഇബാദത്ത് എടുക്കുന്നതിന്റെ ഫലമാണത്. നമ്മൾ ഇബാദത്ത് എടുക്കുന്നതിന്റെ റിസൾട്ടാണത്. നമ്മൾ ഇബാദത്ത് എടുക്കുന്ന റിസൾട്ടാണ്. എൻ്റെ എല്ലാ കാര്യവും ആർക്കറിയാം? എൻ്റെ റബ്ബിനെ അറിയാം. അതുകൊണ്ട് അതിന് ആരോട് പറയേണ്ട ആവശ്യമില്ല. ആ സമയമാകുമ്പോൾ നടക്കും. അത് ഇസ്സത്തോടെ നടക്കും. അത് ഇസ്സത്തോടെ അന്തസ്സോടെ നമ്മൾ കാര്യം നടക്കും. കാരണം എന്താണ്? അറിയേണ്ടവൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അൽ ഇക്തിഫാഉ ബി ഇൽമില്ല, അള്ളാഹുവിന്റെ ഇൽമ കൊണ്ട് മതിയാകും എന്നുള്ളതാണ്. അള്ളാഹുവിനെ അറിയാം എന്ന അറിവ് മതി. ആർക്ക്? അള്ളാഹുവിന് എൻ്റെ കാര്യങ്ങൾ അറിയാം എന്ന 100% ബോധ്യം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സമ്മർദ്ദത്തിലുണ്ട്. അപ്പൊ എന്ത് പ്രശ്നം അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിക്കണം എന്നുള്ള ബോധം ഉണ്ടാവില്ല, തോന്നലുണ്ടാവില്ല, ആരിലും പ്രതീക്ഷിക്കില്ല. സഹായിക്കാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല? ഒരു ആവലാതിയും പരാതി ഉണ്ടാവില്ല. അതുകൊണ്ടാവണം കേട്ടോ. നമ്മളെ സഹായിക്കാത്തവനോട് നമ്മൾ വിചാരിച്ച ആൾക്കാർ നമ്മളെ സഹായിച്ചില്ല വെച്ചാൽ അയാൾക്ക് എന്തുണ്ടാവില്ല. കാരണം അയാളെ കൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്തില്ല? നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തില്ല, അയാളോട് പരാതി ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു അല്ലാത്ത വേറെ എന്തിനേയും എന്താ അതാ പറഞ്ഞ അൽ ഇക്തിഫാഉ ബി ഇൽമില്ല, അള്ളാഹുമായിട്ടുള്ള ഇൽമ കൊണ്ട് അയാൾ പരിപൂർണ സംതൃപ്തനായിരിക്കും. വൽ യസ്തഈനാഹു ബിഹി അമ്മാ സിവാ, അള്ളാഹ് അല്ലാത്തതിൽ നിന്നെല്ലാം അയാൾ ഐശ്വര്യവാനായിരിക്കും. അള്ളാഹ് അല്ലാത്ത വേറെ ഒന്നും അയാളെ മനസ്സിൽ നിന്നുണ്ടാവില്ല, ഡിപ്പെൻഡിങ് ഉണ്ടാവില്ല. അതാണ് വീണ്ടും പറഞ്ഞത്. അതിന്റെ മറ്റേ ഓപ്പോസിറ്റ് ആണത്. എല്ലാം അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത വേറെ ആളിന്റെ വിഷയം എന്ത് ചെയ്യുന്നില്ല, പറയണില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു തന്നെ നടത്തി നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത വേറെ ആൾ ചിലപ്പോൾ സബബുകൾ ഉണ്ടാവും, പലരുണ്ടാവും. പക്ഷെ അള്ളാഹു അല്ലാത്ത വേറെ ആളിലേക്ക് എന്താവൂല, അയാളുടെ മനസ്സെന്താവില്ല, ആശ്രയിക്കൂല. ആശ്രയം അള്ളാഹുവിലേക്കും. ചിലപ്പോൾ നടത്തുകൾ അള്ളാഹു അല്ലാത്ത സബബുകളും കാരണങ്ങളായിരിക്കും. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരിലേക്ക് എന്താവില്ല, എക്സ്പെക്ട് ചെയ്യൂല. ഇവനെ സഹായിക്കണം, അവൻ്റെ അടുത്ത് പണമുണ്ടല്ലോ, വന്തന്റെ കാര്യം നടത്താതെ എന്നൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് സമരത്തിലമല്ല ഉണ്ടാവുക. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരാളെ കാണാം, അയാൾ സഹായിച്ചില്ല, നിരാശ വരാം. അല്ല അപ്പുറത്ത് എന്ത് ചെയ്യുക, 4 ആളെ ലിസ്റ്റ് അയാൾ സഹായിക്കുന്നു എന്നാ നമുക്ക് ഓരോരുത്തരും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുക. അങ്ങനെ വ്യക്തിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏതില്ല, സമരത്തിലമല് കുറവാണ്, ഇല്ല എന്നുള്ള. വ്യക്തിയിൽ അള്ളാഹു അല്ലാത്ത സൃഷ്ടിയിൽ പ്രതീക്ഷ പുലർത്താനേ പാടില്ല. അത് മണ്ടത്തരാണ്. അള്ളാഹു തരാൻ വിചാരിച്ചാലേ അയാൾക്ക് തരാൻ കഴിയും. അള്ളാഹു തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഏത് ഭൂലോക കോടീശ്വരനായിട്ട് എന്തില്ല, അയാൾക്ക് ഒരു ഉറുപ്പിക തരാൻ കഴിയില്ല. ഈ ഒരു ബോധം ഉണ്ടാകണം. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയിലേക്ക് ഒരു നിലക്കും മനസ്സാശിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ 100% തേഞ്ഞെങ്കിൽ അയാൾ 100% അയാൾ നമ്മൾ സ്വീകരിച്ചു എന്നാണ്. ഒരു ആവറേജ് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയൊക്കെ പുറമെ മഹാനായ അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ള മഹാനവറുകൾ പറയുന്നുണ്ട്. കുറച്ചും കൂടി 3 കാര്യങ്ങൾ കൂടി അതിൽ മഹാനവറുകൾ യാസിയാക്കി പറയുന്നുണ്ട്.
അഹമ്മദ് സറൂഖ് പറയുന്നുണ്ട്, സമറത്തുൽ അമലുള്ള ആളുകൾക്ക് 3 കാര്യം വളരെ വ്യക്തമായിട്ടുണ്ടാവുന്ന, സമറത്തുൽ അമൽ കൂടുന്നതിനനുസരിച്ചിട്ടോ, സമറത്തുൽ അമൽ കൂടുന്നതിനനുസരിച്ച് 3 കാര്യം കൂടി അവരിൽ ഉണ്ടാവുമെന്ന് അഹമ്മദ് സറൂഖ് പറയുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് പറയുകയാണ്. അത് ഒന്നും കൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ പറഞ്ഞ ഒന്നെന്താണ്? അൽ ഹയാത്തൻ തൊയ്യിബ. ഒന്ന് പറഞ്ഞ ഹയാത്തൻ തൊയ്യിബ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മഹാനവർ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ ആയത്ത് കാണാം, 97-ാമത്തെ ആയത്ത് കാണാം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. ഒരാൾ സൽക്രമം പ്രവർത്തിച്ചാൽ അത് ആണാകട്ടെ ആ പ്രവർത്തിക്കുന്നത്, പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, അള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ സൽക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫൽ നുഹിയന്നഹു ഹയാത്തൻ തൊയ്യിബ, അയാൾ എന്ത് ചെയ്യും? ഹയാത്തൻ തൊയ്യിബൻ എന്ന രീതിയിൽ അവരെ ഞാൻ ജീവിപ്പിക്കുന്ന. അപ്പൊ ആണാവട്ടെ പെണ്ണാവട്ടെ ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ ഹയാത്തൻ തൊയ്യിബൻ അവർക്ക് കൊടുക്കുമെന്നാണ്. ഹയാത്തൻ തൊയ്യിബൻ എന്നുള്ളത് എന്താണ്? സമറത്തുൽ അമലാണ്. അല്ലാഹു തആല പറഞ്ഞെന്താ? ആണാവട്ടെ പെണ്ണാവട്ടെ അമലൻ സ്വാലിഹ് എന്നാണ് എന്താ? സൽക്കർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇബാദത്ത് എടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് തന്നെ ഇത് കൊടുക്കും, ഹയാത്തൻ തൊയ്യിബൻ കൊടുക്കുമെന്നാണ്. ഹയാത്തൻ തൊയ്യിബൻ എന്ന് പറയുന്നത് ഒരു സമറത്തുൽ അമലാണ് എന്ന് അഹമ്മദ് സറൂഖ് പറയുന്നത് കാണാം. ഹയാത്തൻ തൊയ്യിബൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഹിയ അൽ ഖനാഅത്ത് എന്നാണ്. ഖനാഅത്ത് ഉണ്ടാവുന്നതാണ്. ഖനാഅത്ത് പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു തആല കൊടുത്തിൽ അയാൾ പൂർണ്ണമായ സംതൃപ്തനായിരിക്കുമെന്നാണ്. അത് സമറത്തുൽ അമല. അല്ലാഹു തആല എനിക്ക് തന്ന ആരോഗ്യം, അല്ലാഹു തആല എനിക്ക് തന്ന ഇസ്സത്ത്, അല്ലാഹു തആല എനിക്ക് തന്ന കുടുംബം, അതുപോലെ തന്നെ അല്ലാഹു തആല എനിക്ക് തരുന്ന സമ്പത്ത്, ഇത് അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എൻ്റെ കാര്യം വളരെ ഉഷാറായി നടക്കുന്നുണ്ട് എന്ന് സ്വന്തത്തിലേക്ക് നോക്കി അയാൾക്കൊരു സംതൃപ്തി ഉണ്ടാവും. അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞത്. എല്ലാവരും ഉണ്ടാവില്ല. അവനെത്ര പോലും സമ്പത്തുണ്ട്, അവനെത്ര പോലും ഭൂസ്വത്തുണ്ട്, അവൻ എന്തെല്ലാം സ്ഥാനത്തുണ്ട്, അവൻ എവിടേക്കാണുള്ളത്, എനിക്കതൊന്നുമില്ലല്ലോ എന്ന തോന്നൽ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഏതില്ല? സമർത്ഥമല്ല. അള്ളാഹുവിന്റെ അടിമക്കാർ ഉണ്ടാവില്ല. ഈമാൻ അത് അള്ളാഹിന്റെ അടിമക്ക് യഥാർത്ഥ അടിമക്കാർ ഉണ്ടാവില്ല. സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളാണ് അയാൾക്ക് സമർത്ഥം ഹയാത്തൻ തൊയ്യിബ കൊടുക്കുന്നു. ഹയാത്തൻ തൊയ്യിബ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സംതൃപ്തി. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാഹ് വളരെ എനിക്ക് വലിയ ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി എത്ര അനാരോഗ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്തുണ്ടാവില്ല? അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അവര് എത്ര അനാരോഗ്യം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിൽ അൽഹംദുലില്ലാഹ്, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അൽഹംദുലില്ലാഹ്, എന്നാലും അത് ആളുകൾ ബുദ്ധിമുട്ടിക്കാതെ പോകുന്നുണ്ട് എന്തെങ്കിലും പറയും. എല്ലാത്തിലും ഒരു സംതൃപ്തരായിരിക്കും. അല്ലാഹു തആല തന്നതിൽ മറ്റവർ അത്ര കിട്ടിയില്ല എനിക്ക് എന്നുള്ളവർക്ക് കമ്പയറിങ് ഉണ്ടാവില്ല. അങ്ങനെ നോക്കണം. എൻ്റെ ഏട്ടൻ്റെ അത്ര എനിക്ക് ഉണ്ടാവില്ല, അഞ്ചൻ്റെ അത്ര ഉണ്ടാവില്ല, അളയൻ്റെ അത്ര ഇല്ല, മൂത്താപ്പൻ്റെ മക്കളുടെ അത്ര ഇല്ല, അയൽവാസികളുടെ അത്ര ഇല്ല. ഇങ്ങനത്തെ ഒരു സംഗതി ഒരു ചിന്താഗതി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഏതില്ല? ഈ സാധനം ഇല്ല. നേരെ വെച്ച് എന്താണ് എൻ്റെ അവസ്ഥ വെച്ചാൽ അൽഹംദുലില്ലാഹ് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളൊരു ജീവിതം സുഖമായിട്ട് കഴിയുന്നുണ്ട്, നല്ല സമാധാനമുണ്ട്, റാഹത്തുണ്ട് എന്ന് പറയുന്ന, എത്ര ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ആൻസർ സ്വന്തത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സമറത്തുൽ അമലുണ്ട്. ആ സമറത്തുൽ അമലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് സമറത്തുൽ അമൽ എന്നും ഖുർആന്റെ ആയത്തിലൂടെ മനസ്സിലാക്കുക. അത് അല്ലാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന, അല്ലാഹു തആല തന്നതിൽ 100% സംതൃപ്തനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ അത് സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ എന്താ എൻ്റെ അവസ്ഥ? കുഴപ്പമില്ല, ഒപ്പിച്ച് തട്ടിമുട്ടി പിന്നെ പോണ് എന്നൊക്കെയാണ് മറുപടി. എങ്കിലോ ചില ആൾക്കാർ ചോദിച്ചാൽ എത്ര ഉണ്ടായാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്ന് പറയും. സത്യത്തിൽ നമ്മളെക്കാളും എത്രയോ ആരോഗ്യവാനുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അസുഖത്തിനാ ചോദിച്ചാലും അതൊന്നും പറയണ്ട, ടെൻഷൻ കണ്ട് ഏടങ്ങാറായിട്ട് ഇങ്ങനെയൊക്കെ പറയാം. ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ വിഷമങ്ങളൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദ്വാരക്കാനൊക്കെ വേണ്ടി പറയാം. ഈ അസുഖം, ചില ആളുകളുടെ അസുഖം ചോദിച്ചാൽ പിന്നെ നമ്മൾ കുടുങ്ങും, എപ്പോഴാ നിർത്താൻ അസുഖം അതിൻ്റെ ഒരു ആവലാതിയായിരിക്കും കൊണ്ടുവരില്ലേ. അപ്പൊ ആ അസുഖത്തിന് അയാൾ പൂർണ്ണമായ അസംതൃപ്തനാണ്.
അല്ലെങ്കിൽ എന്താ എൻ്റെ സാമ്പത്തിക അവസ്ഥ, വെറുതെ ബുദ്ധിമുട്ടുകളോടെ ഇരിക്കും. എന്താ എൻ്റെ സാമ്പത്തിക അവസ്ഥ ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളി. അൽഹംദുലില്ലാ എന്ന് പറയില്ലേ, അതൊന്നും പറയണ്ട, ആകെ പാപ്പറായി, അവിടെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ, ഇങ്ങനെ അസ്വസ്ഥ. എന്നാലും അല്ലാഹുവിൽ അവരെ നിലനിർത്തി പോരുന്നുണ്ടല്ലോ. അതിന് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാ, ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പോൾ പരിഹാരം ഉണ്ടാക്കും. അപ്പൊ ഇബാദത്തുകൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, ബുദ്ധിമുട്ടുണ്ടാവും, രോഗം ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലയാൾക്ക് അസ്വസ്ഥ ഉണ്ടാവില്ല, അയാൾ സംതൃപ്തനായിരിക്കും എന്ന ഒരവസ്ഥ അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് സമ്മർദ്ദത്തിൽ അമലുണ്ട്. അത് ഹയാത്തൻ തൊയ്യബയാണ് എന്നാണ്. അത് അല്ലാഹു തആല നമുക്ക് തന്നൊരു ഇബാദത്ത് കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മളെ പേഴ്സണാലിറ്റി കൊണ്ട് കിട്ടിയൊന്നല്ല. ഇങ്ങനെ എല്ലാത്തിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ ഇബാദത്താണ്. അങ്ങനെ നമ്മളാക്കിയ ഏതാണ്? നമ്മുടെ ഇബാദത്താണ്, നമ്മളെ അമലിന്റെ സ്വീകാര്യതയാണത്. അതുപോലെ അള്ളാഹുവിന്റെ വിധിയിൽ എപ്പോഴും സംതൃപ്തനാകുക. നമ്മൾ വിചാരിച്ച ഒന്നാണ്, സംഭവിച്ച ഒന്നാണ്, അതിൽ നിരാശ ഉണ്ടാവാതിരിക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസം ഉണ്ടെങ്കിൽ വേഗം റബ്ബിനെ ഏൽപ്പിക്കാൻ തോന്നുക. ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഒരു എൻ്റെ റബ്ബിനോട് ഞാൻ പറയട്ടെ, എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചു, തവക്കൽതു അലല്ലാഹ് ഹസ്ബനല്ലാഹ്, എൻ്റെ റബ്ബ് എല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചു എന്ന് പറയാനുള്ള തോന്നലുണ്ടാവുക. ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമയെ മാറ്റും. അതാണ് ഹയാത്തുൻ തൊയ്യിബ എന്ന് പറയുന്നത്. അതാർക്കാ? പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സൽക്രമം പ്രവർത്തിച്ചാൽ അതിന് ഫലമായി ഞാൻ അല്ലാഹു തആല എന്ത് പറയും? ഞാൻ ഹയാത്തൻ തൊയ്യബൻ കൊടുക്കുമെന്നാണ്. ഹയാത്തൻ തൊയ്യബൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കനാഴത്ത്, ഉള്ളതിൽ സംതൃപ്തി, രണ്ട് അരിത, അള്ളാഹുവിന്റെ വിധികളിൽ തൃപ്തിപ്പെടുക. നമ്മൾ വിചാരിച്ച പലതും നടന്നിട്ടുണ്ടാവില്ല. അത് നമുക്ക് അൽഹംദുലില്ലാ, നമ്മൾ ചില കല്യാണമൊക്കെ മുടങ്ങിയാൽ ഭയങ്കര നിരാശയും ടെൻഷനായിരിക്കും. പക്ഷേ അതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ പിന്നീട് നടന്നതാണ് നമുക്ക് വിചാരിക്കുമ്പോഴാണ് മനസ്സിലാകുക എന്ത് വളരെ ഹൈറായി എന്ന്. അതുപോലെ വിഷമം ഉണ്ടാവുമ്പോൾ റബ്ബിനെ ഏൽപ്പിക്കാൻ നോക്കുക. ഇത് ആണ് ഒരു പരിശുദ്ധ ഖുർആൻ മഹാനായ അഹമ്മദ് സറൂഖ് പറഞ്ഞ 3 സമറത്തുൽ അമലിന്റെ അടയാളത്തിൽപ്പെട്ട ഒന്ന് ഇതാണ്, ഹയാത്തൻ തൊയ്യിബാണ്. 2 വനുഫൂദുൽ കലിമ എന്നാണ്. സുഫൂദുൽ കലിമ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം അടിമയിൽ ഉണ്ടാവുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാണാം. സൂറത്തുൻ നൂറിൽ 55-ാമത്തെ ആയത്ത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, അല്ലാഹു തആല നിങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളെ ആളുകൾക്ക് അല്ലാഹു തആല വാഗ്ദാനം നൽകുന്നുണ്ട്. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർക്ക്, കണ്ടോ, സൽക്കർമ്മം ചെയ്തവർക്ക് അല്ലാഹു തആല ചെയ്യുന്ന വാഗ്ദാനമാണ് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധിയാക്കുന്ന. ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കാനാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. പക്ഷെ എല്ലാവരും അല്ലാഹു തആല യഥാർത്ഥ പ്രതിനിധികൾ ആക്കണില്ല. ആരെ ആക്കുന്നത്? ഇബാദത്ത് എടുക്കുന്നവരെ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു തആല ഏതാക്കും? ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കും. പ്രതിനിധിയാക്കുന്നതോടുകൂടി എന്താണ് മനസ്സിലാക്കാൻ കഴിയും? അള്ളാഹുവിന്റെ ആ അമലുകൾക്ക് എന്തുണ്ട്? അയാൾ ചെയ്ത അമലുകൾക്ക് അല്ലാഹു തആല എന്തുണ്ട്? സ്വീകാര്യതയുണ്ട്. സ്വീകാര്യതയുടെ ഭാഗമായിട്ടാണ് അല്ലാഹു തആല അയാളെ ഏതാക്കിയിട്ടുള്ളത്? ഭൂമിയിൽ വെച്ച് പ്രതിനിധിയാക്കിയിട്ടുള്ളത്. അപ്പൊ ദീനീ കാര്യങ്ങളിൽ അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഒരു പ്രതിനിധി പോലെ നന്മയുടെ കാര്യങ്ങളിൽ എല്ലാം അയാൾ സജീവമായിട്ടുണ്ടാവും. അതിനുള്ള അവസരവും ചാൻസും അല്ലാഹു തആല അയാൾക്ക് കൊടുക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂട്ടത്തിലുണ്ടാവും, അതിനെ പിന്തുണക്കുന്ന ആളെ കൂട്ടത്തിലുണ്ടാവും, അതിനെ ഇഷ്ടപ്പെടുന്ന ആളെ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരാളെ മനസ്സ് വരുന്നുണ്ടെങ്കിൽ അയാൾ സൽക്കർമ്മം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അയാൾ അങ്ങനെ ആക്കണതാണ്, അയാളെ ഇബാദത്തോണ്ടാണ്. അപ്പൊ അയാൾ ആ സൽക്കർമ്മം ആര് സ്വീകരിച്ചിട്ടുണ്ട്? അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. 3-ാമത്തെ സംഗതി പറയുന്നത് ഇന്തിഫാഉൽ ഹുസ്ൻ എന്നാണ്. ടെൻഷൻ എന്നുള്ള സംഗതി അവർക്ക് ഉണ്ടാവില്ല. ഞാൻ അഥവാ വല്ല വിഷമം വരിക, ആ വിഷമത്തിൽ ആനന്ദം ഉണ്ടാവും. കാരണം ഒരു വിഷമത്തിന്റെ പുറം എന്തുണ്ടാവും? അല്ലാഹു തആല ഖാബിളാണ്, അല്ലാഹു തആല ബാസിത്താണ്. അല്ലാഹു തആല ഖാബിളാണ്, മാനസികമായ ഇടുക്കം നമുക്ക് തരും. ആ ഇടുക്കത്തിലൂടെ അത് ഇടുക്കം നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഇടുക്കവും വിഷമവും ദുഃഖം ഇങ്ങനെ വരുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ തന്നെ അതിൽ ആനന്ദം ഉണ്ടാവും മഹാന്മാർക്ക്. കാരണം ഇതൊക്കെ എന്തിനാണ്? ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ അള്ളാഹുവിലേക്ക് സമർപ്പണം നല്ല കൂടിയാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല.
എന്താണ് ഇതൊക്കെ റബ്ബ് ഇങ്ങനെ തീരുമാനിച്ച് നടക്കുകയാണ്. അള്ളാഹുവിന്റെ വിധികൾ ഇങ്ങനെ നിൽക്കാന്നുള്ളു. ഇന്റെ റബ്ബ് ഇപ്പോഴും റബ്ബിന്റെ തീരുമാനപ്രകാരം ഞാൻ ഇങ്ങനെയാണ് ആവാണ്ട് എല്ലാത്തിലും സന്തോഷവാന്മാരായിരിക്കുമെന്നാണ്. അതാണ് ശരിക്കും എന്ത്, അതാണ് ദുഃഖം ഉണ്ടാവില്ല എന്ന ഒരവസ്ഥ. ഇതും നന്നായി അള്ളാഹുവിലേക്ക് ബന്ധം ഉണ്ടായി കിട്ടുന്ന സമറത്തുൽ അമലാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹുമായിട്ടുള്ള ബന്ധവും അള്ളാഹുമായിട്ടുള്ള ഇഷ്ടവും അയാളുടെ വിഷമത്തെ മറപ്പിക്കും എന്നുള്ളതാണ്. വിഷമം ഉണ്ടാവും, വിഷമമുള്ള സാഹചര്യം ഉണ്ടാവും, പക്ഷെ അതിലൊക്കെ അയാൾക്ക് സന്തോഷം കിട്ടും. കാരണം എൻ്റെ റബ്ബുമായിട്ടുള്ള എൻ്റെ അടുപ്പവും അള്ളാഹ് ഈ വിഷമങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുമല്ലോ. ആ അടുപ്പത്തിലൊക്കെ ഒരു ആനന്ദം കിട്ടുന്നതോട് എന്ത് ചെയ്യും, ആ വിഷമൊക്കെ മറികടക്കുന്ന സന്തോഷം അയാളെ മനസ്സിൽ അയാൾ ഉണ്ടാക്കിയെടുക്കും, അയാൾക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ്. ആ വിഷമത്തിലും അള്ളാഹുമായിട്ടുള്ള ഹൃദയബന്ധം കൂടുന്നതോടുകൂടി ആ വിഷമം അലിഞ്ഞില്ലാതെയാവും. ഇതാണ് സമറത്തുൽ അമലിന്റെ മറ്റൊരു അവസ്ഥ. ഇത് മഹാന്മാർക്ക് ഉണ്ടാവും. അതായത് അയാൾ സ്വർഗവാസിയെ പോലെയായിരിക്കുമെന്നാണ്. ദുന്യാവിൽ വെച്ച് തന്നെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്. ആത്മീയ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ റൂഹിയ സ്വർഗത്തിൽ, ആത്മീയ സ്വർഗത്തിൽ പഠിക്കുന്നവരുണ്ട്. അവരാണ് ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതെന്താണ്? ദുന്യാവിൽ വെച്ച് ഉണ്ടാവുന്ന സ്വർഗവാസിയുടെ അവസ്ഥയാണ്. ആഖിറത്തിൽ വെച്ചുണ്ടാവുന്ന സ്വർഗവാസിയുടെ അവസ്ഥ എന്താണ്? വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ. സ്വർഗത്തിലെത്തിയ നമ്മളെന്ന് പറയുന്ന എല്ലാ ടെൻഷനും ഒഴിവാക്കിയ സ്വർഗത്തിൽ എന്തുണ്ടാവില്ല? ടെൻഷൻ ഉണ്ടാവോ? ഉണ്ടാവില്ല. എല്ലാ വിഷമം ഒഴിവാക്കിയ അള്ളാഹു എന്നെക്കാണ് സ്തുതി ചെയ്യുന്ന. അപ്പൊ അത് സ്വർഗവാസിയുടെ മനസ്സാണ്. ഇത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഉണ്ടാവുന്നതാണ്. അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അള്ളാഹുവിലേക്ക് നന്നായി അടുത്ത ആളുകൾക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല. ആ ദുഃഖങ്ങളിലൊക്കെ ഒരു ആനന്ദം ഉണ്ടാവും. ദുഃഖം ഉണ്ടെങ്കിൽ ദുഃഖത്തിൽ സന്തോഷം ഉണ്ടാവും. ദുഃഖത്തിൽ ടയേർഡായി ക്ഷീണിച്ച് പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു പോവില്ല. ഏത് ദുഃഖവും അവരിലേക്ക് വന്നാലും അതിൻ്റെ അപ്പുറത്തെ ആനന്ദം ഒരു അള്ളാഹുമായി കണക്ട് ചെയ്ത് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും, അങ്ങനെ ഉണ്ടാകുകയും ചെയ്യും. അതെന്താ കാരണം? അവർ ചെയ്ത കർമ്മങ്ങളുടെ റിസൾട്ടാണത്. അപ്പൊ അള്ളാഹു തആല നമ്മളുടെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ദുന്യാവിൽ വെച്ച് തന്നെ നമുക്കറിയാം. അതിന്റെ കുറെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദുന്യാവിൽ വെച്ച് സമറത്തുൽ അമല് നമുക്ക് കിട്ടിയാൽ പരലോകത്ത് ഈ അമലുകൾ സ്വീകാര്യതയുണ്ട് എന്നതിന്റെ എന്താണ് തെളിവാണ് എന്നാണ് ഹീക്കം പറയുന്നത്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞാണ്. പക്ഷെ അത് അടുത്ത വാക്ക് അടുത്തതിലെടുക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. മൻ വജദ സമറത അമലി, ഒരാൾക്ക് അമലിന്റെ ഫലപുഷ്ടത കിട്ടിയാൽ, ആജിലൻ ദുന്യാവിൽ വെച്ച് തന്നെ കിട്ടിയാൽ, അതാണ് സമറത്തുൽ അമലാണ് ഇതുവരെ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഫവ ദലീലുൻ, അതൊരു വലിയൊരു തെളിവാണ് അലാ വുജൂദിൽ ഖബൂലി, അയാളുടെ അമലുകൾക്ക് എന്തുണ്ട്? ഖബൂലിയത്തുണ്ട് എന്നുള്ള തെളിവാണ്. ആജിലൻ ഇവിടെ വെച്ചിട്ട്, പരലോകത്ത് വെച്ചിട്ട്. അപ്പോൾ പരലോകത്ത് വെച്ച് അള്ളാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ഇപ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീനിന്റെ നമ്മളെ അവസ്ഥകൾ വെച്ച് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ.